നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നാളുകളിൽ കാനഡ ഇന്ത്യ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളും ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും കുടിയേറുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥയെപ്പറ്റിയും ചൂടേറിയ ചർച്ചയാണ് നടന്നിരുന്നത്. ഇപ്പോൾ വന്ന പുതിയ വാർത്ത അനുസരിച്ച് കാനഡ കൂടുതൽ കർശന നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയാണ്. അടുത്ത വർഷം മുതൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 35% നിയന്ത്രണം നടപ്പാക്കുവാൻ പോകുകയാണ് കാനഡ. ഇപ്പോഴുള്ള 2 വർഷ താൽക്കാലിക പ്രവേശനം കുറയ്ക്കുവാനും നടപടികളുണ്ടാകും. 2022 5,51,000 വിദ്യാർത്ഥികളാണ് കാനഡയിലെത്തിയത്. അതിൽ 2,26,000 പേർ ഇന്ത്യക്കാരായിരുന്നു, അതായത് 41%. ഇനി 2024 3,64,000 പേർക്ക് മാത്രമേ പ്രവേശനം നൽകുകയുള്ളൂ. 2 വർഷത്തെ നിലവിലുള്ള അനുമതി നിലനിൽക്കുമെങ്കിലും 2025 വരെയുള്ള കാലയളവിൽ എണ്ണം നിയന്ത്രിക്കുവാനാണ് കാനഡയുടെ തീരുമാനം. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ കാനഡയിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് ഒന്റാറിയോ, ബ്രിട്ടീഷ് കൊളംബിയ എന്നീ പ്രൊവിൻസുകളാണ്. ഇനി വരുന്ന പുതിയ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകൾ തിരഞ്ഞെടുക്കുവാൻ കഴിയില്ല. ഇതുകൂടാതെ ഇനി വിദ്യാർത്ഥികൾ ഓരോ പ്രൊവിൻസിൽ നിന്നുള്ള പ്രത്യേക അനുമതിയും തേടണം. എല്ലാ വിദ്യാഭ്യാസ അപേക്ഷകളിലും അതാത് പ്രൊവിൻസിലെയോ മറ്റ് ഭരണപ്രദേശങ്ങളിലെയോ അധികാരികളുടെ അറ്റസ്റ്റേഷനും ഹാജരാക്കണം. തങ്ങളുടെ പരിധിക്കുള്ളിൽ വരുന്ന കോളേജുകളിലെ പ്രവേശനം എത്ര വേണം എന്നത് ഇനി അതാത് പ്രൊവിൻസുകളായിരിക്കും തീരുമാനിക്കുന്നത്. ചില പ്രൊവിൻസുകളിൽ 50% വരെയാണ് നിയന്ത്രണം ഉണ്ടാകുവാൻ പോകുന്നത്. എന്നാൽ ഈ നിയന്ത്രണങ്ങളൊന്നും നിലവിലുള്ളവർക്ക് ബാധകമായിരിക്കില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. പണി കിട്ടുന്നത് ഇനി പുതുതായി എത്തിച്ചേരുന്നവർക്കായിരിക്കും. ഇത് പ്രധാനമായും ബിരുദ വിദ്യാഭ്യാസം നേടുന്നവരെ ആയിരിക്കും ബാധിക്കുന്നത്. മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ, സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസം എന്നിവയ്ക്ക് വലിയ കുഴപ്പം ഉണ്ടാകില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഓരോ പ്രൊവിൻസുകളിലും അവിടുത്തെ ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ താങ്ങാവുന്നതിലധികമാണ് കാനഡയിൽ വിദ്യാർത്ഥികളുടെ എണ്ണം എന്നതാണ് അവസ്ഥ. ഇത് താമസ സൗകര്യം, വീടുകൾ എന്നിവയിൽ വലിയ പ്രതിസന്ധി കാനഡയിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. സ്ഥിരതാമസമല്ലാത്തവരുടെ എണ്ണം ഓരോ പ്രൊവിൻസിലും കാനഡ നേരിടുന്ന പ്രധാന പ്രശ്നമാണ്. അതുകൂടാതെ സെപ്റ്റംബർ മാസം മുതൽ പോസ്റ്റ് ഗ്രാജുവേഷനായി വരുന്നവർക്ക് വർക്ക് പെർമിറ്റ് നൽകുന്നതും അവസാനിപ്പിക്കുമെന്നാണ് സൂചന. പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനത്തിനെത്തുന്നവരുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതും കാനഡ ഇനി പരിശോധിക്കും. നിലവിൽ ഡിഗ്രി പഠനം നടത്തുന്നവർക്ക് 3 വർഷം വരെ വർക്ക് പെർമിറ്റ് നൽകുന്നുണ്ട്. 2022 8 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക പഠന വിസ കാനഡ അനുവദിച്ചിരുന്നു. ഇന്ത്യ കാനഡ ബന്ധത്തിലുണ്ടായ വിള്ളലുകൾ ഭാവിയിൽ ഇന്ത്യക്കാർക്ക് എങ്ങനെ ദോഷകരമായി ബാധിക്കുമെന്ന് നേരത്തെ തന്നെ ആശങ്ക ഉണ്ടായിരുന്നു. അതിനോടൊപ്പമാണ് ഇപ്പോൾ വരുന്ന പുതിയ നിയന്ത്രണങ്ങളെയും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്. കാനഡ എന്ന സ്വപ്നഭൂമി തേടിപ്പോയവരുടെ ദുരിത ജീവിതങ്ങൾ ഒരു വശത്ത് സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോഴും അങ്ങോട്ടേക്ക് ചേക്കേറുവാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നില്ല. മാറിയ സാഹചര്യങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുവാനുള്ള സാമർഥ്യമാണ് ഇനി മുതൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക. നന്ദി, നമസ്കാരം.